തിരിച്ചടിയാണ് ഉണ്ടായിരുന്നു. അന്നേ ഇത്ര ആളുകളെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മൾ ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി യുവജന സമരത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനായിരിക്കും. നീറ്റിൽ ചർച്ച വേണ്ട, ലക്ഷ്യം കലാപം. ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ നാടകം. ഗാന്ധി സ്മൃതിയിൽ അണിനിരന്ന് രാഹുലും കൂട്ടരും. കലാപ നീക്കത്തിൽ നടപടി കടുപ്പിക്കാൻ കേന്ദ്രം. NIA അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി നാളെ ഡൽഹി ഹൈക്കോടതിയിൽ. നീറ്റിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആവർത്തിച്ചു കേന്ദ്ര സർക്കാർ. ചർച്ചയില്ലെന്ന് പ്രതിപക്ഷം. ഇന്നത്തേക്ക് പിരിഞ്ഞ് ഇരുസഭകളും. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്രം. രാജ്യത്ത് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി. യുവാക്കളുടെ ഭാവി വെച്ച് കളിക്കാൻ അനുവദിക്കില്ല. ഒരൊറ്റ കുറ്റവാളിയെയും വെറുതെ വിടില്ലെന്നും നരേന്ദ്രമോദി. RSS നേതാവ് A. ശ്രീനിവാസൻ വധക്കേസിൽ ഒരു PFI ഭീകരൻ കൂടി പിടിയിൽ. NIA അറസ്റ്റ് ചെയ്തത് വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞ മുഹമ്മദ് അലിയെ. സൗദിയിൽ നിന്ന് പ്രതിയെ നാട്ടിലെത്തിച്ചത് റോയുടെ സഹായത്തോടെ. സിക്കിം ദുരന്താപകടത്തിൽ മലയാളി യുവാവിന് ദാരുണാന്ത്യം. കാണാതായ കോട്ടയം സ്വദേശി മരിച്ചെന്ന സ്ഥിരീകരണം. മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം. വിശദമായ വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ റിമാൻഡിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗം A. അജികുമാറിനെയും തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിൽ എത്തിച്ചു. 2019 ദ്വാരകപാലക ശില്പ കേസിൽ പ്രതി ചേർത്ത 14 ദിവസത്തേക്കാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ശാലിനിയാണ് ചേരുന്നത്. ശാലിനി, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആര്യ, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ഒപ്പം തന്നെ A. അജികുമാർ, ദേവസ്വം ബോർഡ് അംഗം കൂടിയായിട്ടുള്ള അദ്ദേഹത്തിനെ രണ്ടുപേരെയും അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 8 മണിക്ക് ശേഷമാണ് ഈ നിർണായക അറസ്റ്റ് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്നത്. കരകുളത്തെ വീട്ടിൽ നിന്നും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഒപ്പം തന്നെ അജികുമാറിന്റെ വീട്ടിൽ നിന്നുമാണ് SIT സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. തൊട്ടു പിന്നാലെ തന്നെ കൊല്ലത്തെ കോടതിയിൽ, വിജിലൻസ് കോടതിയിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ റിമാൻഡിന് ശേഷം ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചിട്ടുണ്ട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം എന്നുള്ളതാണ്. ഇപ്പോൾ നാളെയോ മറ്റന്നാളോ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ SIT സംഘം നൽകും. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജയിലിനുള്ളിലേക്ക് കയറിപ്പോകുമ്പോൾ മാധ്യമങ്ങളെ നോക്കി ചെറുപുഞ്ചിരിയോടെ കൈവീശി കാണിച്ചുകൊണ്ടാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പോയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും തന്നെ കുരുക്കാനുള്ളതാണ് എന്നുള്ള വിശദീകരണവും ന്യായീകരണവുമാണ് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയും ഒപ്പം തന്നെ ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്തും PS പ്രശാന്ത് പ്രതികരിക്കുകയും ചെയ്തു. അതേസമയം തന്നെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികൾക്ക് എതിരെ SIT സംഘം സ്ഥിരീകരിച്ചിട്ടുള്ളത്. റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് വന്നിട്ടുള്ളത്. ദേവസ്വം ബോർഡ് മുൻ അധികൃതരുൾപ്പെടെയുള്ളവർ ചട്ടങ്ങൾ ലംഘിച്ച് വ്യാജരേഖകൾ ചമച്ച് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ കൃത്യമായ പങ്ക് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട PS പ്രശാന്തിനും A. അജികുമാറിനും ഉണ്ട് എന്നുള്ളതാണ് SIT സംഘം സ്ഥിരീകരിച്ചിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിലും ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. PS പ്രശാന്തും A. അജികുമാറും ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കി സ്വർണം പൂശുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയതായും ഒപ്പം തന്നെ കൃത്യവിലോപം നടത്തിയിട്ടുണ്ട് എന്നും കണ്ടെത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, കേസിലെ മറ്റ് പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി എന്നിവരെ സഹായിക്കുന്നതിനായി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു PS പ്രശാന്ത് എന്നുള്ളതാണ് മറ്റൊരു ഗുരുതര കണ്ടെത്തൽ ഈ റിപ്പോർട്ടിൽ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഈ ക്ഷേത്രം മുതലുകൾ അറ്റകുറ്റപ്പണി ചെയ്യുമ്പോൾ അത് ഹൈക്കോടതിയെ അറിയിക്കണം, ദേവസ്വം ബോർഡ് ബെഞ്ചിനെ അറിയിക്കണം എന്നുള്ള ചട്ടങ്ങളൊക്കെയുണ്ട്. അതൊന്നും പാലിക്കാതെയാണ് ആ നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് PS പ്രശാന്ത് ബോധപൂർവം ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയത് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തൽ
നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ നിർണായക അറസ്റ്റ് ഇപ്പോൾ SIT സംഘം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഉടനടി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുൻപാകെ നൽകണം SIT എന്നുള്ളതാണ് SITക്ക് ഹൈക്കോടതി നൽകിയിട്ടുള്ള അന്ത്യശാസനം. ഇതിനു മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസം SITയുടെ സംഘത്തലവൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയിരുന്നു. ആ പരിശോധനയിൽ അവസാനഘട്ട തെളിവുകളും രേഖകളും ശേഖരിച്ചതിന് ശേഷമാണ് ദിവസങ്ങൾക്ക് മുൻപ്, 2-3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ PS പ്രശാന്തിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുന്നു SIT സംഘം എന്നുള്ള വാർത്ത ജനം TV അടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്തായാലും അതിന് പിന്നാലെ കരുക്കൾ നീക്കി കൃത്യമായ നടപടികൾ പൂർത്തിയാക്കി തെളിവുകൾ ശേഖരിച്ച് രേഖകൾ പരിശോധിച്ചാണ് ഇന്നിപ്പോൾ നിർണായക അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ അറസ്റ്റോട് കൂടി പ്രതിപട്ടികയിലുള്ള കൂടുതൽ പേർ അറസ്റ്റിലേക്ക് വരുന്നു. അതേസമയം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിരോധത്തിലാവുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് മുൻ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ, കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ കേസിലേക്ക് ഇനി പ്രതിപട്ടികയിലേക്ക് വരുമോ, അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക CPM-ന്റെ ഉന്നത കേന്ദ്രങ്ങൾക്കുണ്ട്. ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണങ്ങൾ തേടിയിരുന്നു. മുൻ ദേവസ്വം മന്ത്രി VN വാസവന്റെ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾ തേടിയിരുന്നു. അവിടെയൊക്കെ മൗനവും വാർത്തയോട് പ്രതികരിക്കാതെ മടങ്ങുന്ന കാഴ്ചയുമാണ് നമുക്ക് കാണാനായത്. എന്തായാലും ആദ്യഘട്ടങ്ങളിൽ PS പ്രശാന്ത് പ്രതികരിച്ചത് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചു, ഒടുവിൽ സബ് ജയിലിലേക്ക് പോയിരിക്കുന്നു, 14 ദിവസത്തേക്ക് റിമാൻഡിലായി എന്നുള്ളതാണ് SIT സംഘം കണ്ടെത്തലിലൂടെയും ഒപ്പം തന്നെ അന്വേഷണത്തിലൂടെയും സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച PS പ്രശാന്ത് അല്ല ഇന്നിപ്പോൾ ശരീരഭാഷയിലാകെ മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു തമാശ രൂപേണ അല്ലെങ്കിൽ മാധ്യമങ്ങളെ പുച്ഛിക്കുന്ന രീതിയിലുള്ള, അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ഷനൊക്കെ കാണിച്ച് കൈയൊക്കെ വീശി കാണിച്ച് ചിരിച്ചാണ് ഉള്ളിലേക്ക് പോയിട്ടുള്ളത്. ഇതൊന്നും എനിക്ക് പുത്തരിയല്ല എന്നുള്ളൊരു മുഖഭാവം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ കസ്റ്റഡി അപേക്ഷ എന്ന് നൽകുമെന്നുള്ളതാണ്. നാളെ തന്നെ അതിൻ്റെ നടപടികൾ SIT സ്വീകരിക്കുമെന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. എന്തായാലും നിർണായക അറസ്റ്റ് രേഖപ്പെടുത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സബ് ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് PS പ്രശാന്തിനെയും അജികുമാറിനെയും. ആര്യ. യെസ്, വ്യക്തമാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ റിമാൻഡിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗം അജികുമാറിനെയും തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. S ശാലിനിയാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. നീറ്റല്ല ലക്ഷ്യം. ഡൽഹിയിൽ വീണ്ടും പ്രതിഷേധ നാടകവുമായി ഇന്ത്യ സഖ്യം. 30 ജനുവരി മാർഗിലെ ഗാന്ധി സ്മൃതിയിലാണ് രാഹുലും കൂട്ടരും പ്രതിഷേധം നടത്തിയത്. നീറ്റ് വിഷയത്തിൽ സർക്കാർ